ധീരം ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത് ഇന്ദ്രജിത്ത്, ദിവ്യ പിള്ള, റേബ മോണിക്ക തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം മിസ്റ്ററി ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. നഗരത്തിൽ നടക്കുന്ന കുറെ സീരിയൽ കില്ലിംഗ് അത് അന്വേഷിക്കാനായിട്ട് സ്റ്റാലിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ധീരം പറയുന്നത്. പടത്തെക്കുറിച്ച് ചോദിച്ചാൽ ഇതിന്റെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സിലാണ് ഈ കഥ പറയാനുള്ള ഒരു പ്രധാന കാര്യമുള്ളത്. ഇതിന്റെ കാതൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയുടെ ആ ഒരു മൂലകഥ എന്ന് പറയുന്ന സംഭവം സിനിമയെക്കാളും വലുതായിട്ട് നിൽക്കുകയാണ്. മറ്റേ ഒരു ബാഹുബലിയുടെ ഒരു ട്രോൾ ഫോട്ടോ ഇല്ലേ, അതിൽ വലിയ പ്രതിമ ഇതിന്റെ കോർ ഐഡിയ ആണ്. പക്ഷേ പടത്തിന്റെ മേക്കിംഗ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ ചെറിയ പ്രതിമയായി പോയി എന്നുള്ളതാണ് സത്യം. സോ മേക്കിംഗ് കൊണ്ട് ആവറേജ് ആയി പോയ ഒരു നല്ല കഥയുള്ള ഒരു പടമാണ് ധീരം. പക്ഷെ തീർച്ചയായിട്ടും ഇതിന്റെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു പ്രമേയം കൊണ്ട് സിനിമ ഒന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. പണ്ടേ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. സോ ആ ക്ലൈമാക്സ് എനിക്ക് നല്ല രീതിയിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് തന്നു എന്ന് പറയാം. പിന്നെ ഒരു ആക്ഷൻ ത്രില്ലർ പടങ്ങളിലൊക്കെ സ്ത്രീകളെ കാണിക്കുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറെ സ്ത്രീ കഥാപാത്രങ്ങൾ പടത്തിലുണ്ട്. അത് കൊള്ളാമായിരുന്നു. പിന്നെ സ്ഥിരം മിസ്റ്ററി പടങ്ങളിലെ പോലെ ഇതിലെ മെയിൻ വില്ലൻ അല്ലെങ്കിൽ പ്രതി ആരായിരിക്കും എന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഊഹിക്കുന്ന തരത്തിൽ ചില ക്യാരക്ടേഴ്സിനെ സൈഡിൽ നിർത്തിയേക്കുമല്ലോ, അവരാണോ ഇവരാണോ എന്ന്. ഈ പടത്തിൽ അതിൽ ചിലത് നമ്മൾ നന്നായിട്ട് പ്രഡിക്റ്റ് ചെയ്യും, പക്ഷെ ഒരെണ്ണം മിസ്സായി പോകും. സോ ആ ഒരു കോർ വില്ലൻ ക്യാരക്ടർ കൺവിൻസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ കഥാപാത്രവും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ ബുള്ളിങ്ങിനെ കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാം ഒരുപോലെ മെന്റൽ ട്രോമ സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണത്. അവരുടെ ഭാവിയെ, അവരുടെ ലൈഫിനെ തന്നെ അത് മുഴുവനായിട്ട് ബാധിക്കും. ഇപ്പൊ ടീച്ചേഴ്സ് ആയാലും മെയിനായിട്ട് മാതാപിതാക്കളായാലും നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കുന്നതൊക്കെ കണ്ടാൽ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ചോദിക്കുക, അവര് പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക, ഒരു കരുതൽ കാണിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു വിഷയം സംസാരിച്ചതിന് ഈ സിനിമയ്ക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദനം നൽകുന്നു. പെർഫോമൻസ് പറഞ്ഞാൽ ഇന്ദ്രജിത്താണ് സ്റ്റാലിനായിട്ട് വരുന്നത്. എടുത്തു പറയത്തക്ക പ്രത്യേകത ഒന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറും പെർഫോമൻസുമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു യൂഷ്വൽ സ്റ്റൈലിലാണ് പുള്ളി അത് ചെയ്തു വെച്ചേക്കുന്നത്. മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥ ദിയ ആയിട്ട് വരുന്ന ദിവ്യ പിള്ള ഓക്കെ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നിഷാന്ത് സാഗറിന്റെ ഒരു പോലീസ് ലുക്കും ആറ്റിറ്റ്യൂഡും ഒക്കെ കൊള്ളാമായിരുന്നു. ശ്രദ്ധ എന്ന ജേർണലിസ്റ്റ് ആയിട്ട് വന്ന റേബ മോണിക്കയും നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. രഞ്ജി പണിക്കരുടേത് ഒരു ടെംപ്ലേറ്റ് മേലുദ്യോഗസ്ഥ കഥാപാത്രമായിട്ടാണ് തോന്നിയത്. മുകളിൽ നിന്ന് പ്രഷർ ഉണ്ട് എന്നുള്ള ഒരു ക്ലീഷേ ഡയലോഗ് തന്നെയാണ് പുള്ളിയുടെ ഇതിൽ മെയിൻ. സാഗർ സൂര്യക്കൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ല. അജു വർഗീസ് ഓക്കെ ആയിരുന്നു. പിന്നെ ഇതിലെ വില്ലൻ ഗ്യാങ്ങിൽ കുറച്ച് പയ്യന്മാരുണ്ട്. എല്ലാവരുടെയും പേരൊന്നും എനിക്കറിയത്തില്ല. എല്ലാവരും ഡീസന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ ഉണ്ട്. രാധിക എന്ന കഥാപാത്രമായിട്ട് വന്ന നടിയുണ്ട്. രണ്ടുപേരുടെ പേരറിയില്ല. നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവരൊന്നുമല്ല, ഇവരെയൊക്കെ അങ്ങ് മാറ്റി വെക്കുക. ഈ പടത്തിന്റെ അവസാനത്തെ അരമണിക്കൂറിൽ മാത്രം വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ്, രണ്ട് ക്യാമിയോ റോൾസ് എന്ന് പറയാം, അങ്ങനെ രണ്ടുപേരുണ്ട്. അവർ വന്ന് പടം വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. ബാക്കി എല്ലാവരെയും സൈഡാക്കി കളഞ്ഞു. അതിൽ ഒരാള് നമുക്കറിയാവുന്ന ഒരു താരം തന്നെയാണ്. ഇത്തരം റോളുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നതിൽ കക്ഷി ഫേമസുമാണ്. വോയിസ് ഡബിംഗ് ഒക്കെ ആയിരുന്നു, പക്ഷെ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് കിടുവായിട്ട് തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ആ അഭിനേതാവ് വന്നത് ഒരു ഇമ്പാക്ട് നൽകി എന്ന് പറയാം. കക്ഷിയെ വീണ്ടും മലയാള സിനിമയിൽ കണ്ടതിൽ സന്തോഷം. ഇനി ടെക്നിക്കൽ സൈഡിൽ അങ്ങനെ എടുത്തു പറയത്തക്ക മികവൊന്നും ഫീൽ ചെയ്തില്ല. ക്യാമറ സൗഗന്ധ്, എഡിറ്റിംഗ് നാഗുരൻ രാമചന്ദ്രൻ എന്നിവരാണ്. എഡിറ്റിംഗിൽ ഒരുപാട് റിപ്പീറ്റ് വിഷ്വൽസ് വരുന്നുണ്ടായിരുന്നു. മണികണ്ഠൻ അയ്യപ്പയാണ് ഇതിന്റെ മ്യൂസിക്. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ലൗഡായിരുന്നു. അതും ഒറ്റ സീനിൽ പോലും BGM കൊടുക്കാതെ ഞാൻ വിടില്ല എന്ന് നിർബന്ധം പിടിച്ചതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആരാണോ റീ റെക്കോർഡിംഗ് ചെയ്തത് അവരോട് പറയാനുള്ളത്, ഈ സൈലൻസ് ഒക്കെ കുറെ സീനുകൾക്ക് ഭയങ്കര ബ്യൂട്ടി നൽകും. അത് മനസ്സിലാക്കേണ്ടത് ടെക്നീഷ്യൻസിന്റെയും സംവിധായകന്റെയും ഒക്കെ ഒരു ഉത്തരവാദിത്തമാണ്. മ്യൂസിക് സ്റ്റൈലിഷ് ആണ്, പക്ഷെ ചിലയിടത്ത് അത് ഉപയോഗിക്കാതിരിക്കാനും ഈ സൈലൻസിന്റെ പ്രാധാന്യവും ഒക്കെ കൂടി മനസ്സിലാക്കാൻ പറ്റണം. സോ ഈ ഒരു ഓവർ സൗണ്ട് ചിലയിടത്ത് പടത്തെ ആസ്വാദനത്തെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഇമോഷണൽ സോങ് ഈ പടത്തിലുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റിൽ ആ പാട്ട് വന്നപ്പോൾ നല്ല ഇമ്പാക്ട് നൽകിയിരുന്നു. ഇനി ഇതിന്റെ മെയിൻ നെഗറ്റീവ് പറഞ്ഞാൽ ഇതിന്റെ ഔട്ട്ഡേറ്റഡ് മേക്കിംഗ് തന്നെയാണ്. ഇത് കുറച്ചുകൂടി ഒരു ക്ലാസ് സ്റ്റൈലിൽ ഒരുക്കേണ്ട ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. പക്ഷേ വളരെ ക്ലീഷേ സ്റ്റൈലിലാണ് ഇവർ മേക്ക് ചെയ്തേക്കുന്നത്. ഡയലോഗ്സ് ഒക്കെ ചിലയിടങ്ങളിൽ ഭയങ്കര നാടകീയത നിറഞ്ഞവയായിരുന്നു. സ്ഥിരം പാറ്റേൺ ഡയലോഗ്സ് ആയിരുന്നു. സോ ആ ഒരു കോർ തീം ആവശ്യപ്പെടുന്ന ദൃശ്യഭാഷ നൽകാനായിട്ട് ഇവർ പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത്. ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറിന് ആ ഒരു സൈക്കിക് പവേഴ്സ് ഒക്കെ ഉള്ളതുപോലെ കാണിച്ചതൊക്കെ ഒരു ഒട്ടും ആവശ്യമില്ലായിരുന്നു. കൺവിൻസിംഗും അല്ലായിരുന്നു. കുറെ സീനുകളൊക്കെ സ്പൂൺ ഫീഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തൊക്കെ വലിച്ചു നീട്ടിയിട്ടുണ്ട്. സോ പടത്തിന്റെ ലെങ്ത് വളരെ കൂടുതലാണ്. പിന്നെ ഇതിന്റെ കഥ തന്നെ ഒരുപാടുണ്ട്. ഇതിന്റെ ക്ലൈമാക്സ് ആണ് നല്ലത്, പക്ഷെ അതുവരെയുള്ള ഈ ഒരു പോക്ക് വളരെ നീണ്ട ഒരു ആവറേജ് യാത്രയായിട്ടാണ് ഫീൽ ചെയ്തത്. സോ ഈ ഒരു പ്രമേയമൊക്കെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നി. ഒരു കൊമേഴ്സിലും ഒരു ക്ലാസ് സ്റ്റൈലും കൂടെ മിക്സ് ചെയ്ത് എടുക്കേണ്ട പടമെങ്കിലും ആയിരുന്നു. പക്ഷെ സ്ഥിരം പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്തുള്ള ആ ഒരു മേക്കിംഗ് സിനിമയെ ബാധിച്ചു എന്ന് തന്നെ പറയാം. സോ മൊത്തത്തിൽ ഒരു നല്ല സ്റ്റോറി, നല്ലൊരു ക്ലൈമാക്സ് ഒക്കെ ഉള്ള ഒരു സിനിമ മേക്കിങ്ങിലെ പഴഞ്ചൻ സ്റ്റൈൽ കൊണ്ട് ഒരു ആവറേജ് അനുഭവമായിട്ട് മാറിയതാണ്.
ധീരം. കുറച്ചുകൂടി നന്നായിട്ട് എടുക്കാൻ പറ്റുമായിരുന്ന ഒരു സിനിമ, ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി പോലെയാണ് തോന്നിയത്. ക്ലൈമാക്സ് പോർഷൻസ് മാത്രമാണ് എനിക്ക് നന്നായിട്ട് വർക്കായത്. പടം തിയേറ്ററുകളിൽ ഇപ്പോൾ ഓടുന്നുണ്ട്. 2 മണിക്കൂർ 31 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. പേരൻസും കുട്ടികളും ഒക്കെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പ്രമേയം തന്നെയാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ റെക്കമെൻഡ് ചെയ്യാനും പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു കോംപ്ലക്സിറ്റി. ട്രിഗേർഡ് ആകാവുന്ന, ട്രോമ നൽകാവുന്ന രീതിയിലുള്ള വയലൻസ് രംഗങ്ങൾ പടത്തിലുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ആക്രമണങ്ങളൊക്കെ വളരെ പച്ചയ്ക്ക് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും കണ്ടിരിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. എനിക്ക് തന്നെ ചില സീൻസ് നല്ല ബുദ്ധിമുട്ട് തോന്നി. സോ സ്ട്രിക്ട്ലി 18+ ആണ്, അത് ഓർക്കുക. അതുപോലെ ഈ ബുള്ളിങ് പ്രമേയമായിട്ട് വന്ന ഒരു കിടിലൻ ചൈനീസ് പടമുണ്ട്, എ പ്ലേസ് കോൾഡ് സൈലൻസ് എന്ന പേരിൽ. ഞാൻ പണ്ട് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. റിവ്യൂവിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ധീരം എന്ന സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.